നമസ്കാരം സാർ. സാർ, ഈ മൊബൈൽ റിപ്പയറിങ്ങും അതുപോലെ തന്നെ ഈ മൊബൈൽ സർവീസിങ് തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താ? ഇത് തമ്മിൽ ഒന്നാണോ? മൊബൈൽ റിപ്പയറിങ്ങും മൊബൈൽ സർവീസിങ്ങും സാധാരണ ഒരു കസ്റ്റമറെ കണ്ടിൽ രണ്ടും ഒന്നാണ്. പക്ഷേ വ്യത്യാസം എവിടെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ, റിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എന്ത് ചെയ്യും, ആ ഒരു ഫോൾട്ടായിട്ടുള്ള സാധനം ഏതാണോ അത് മാറ്റിയിട്ട് നമ്മൾ വേറെ പുതിയൊരു സാധനം അവിടെ വെക്കും. പക്ഷേ സർവീസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് ഫോൾട്ടായിട്ടുള്ള കമ്പോണൻറ്റോ അല്ലെങ്കിൽ IC ഏതാണോ അതേ സാധനം തന്നെ നമ്മൾ എന്ത് ചെയ്യും, ആ സാധനം തന്നെ റിപ്പയർ ചെയ്തിട്ട്, അതായത് നമ്മൾ റീപ്ലേസ് ചെയ്യല്ല, അതേ സാധനം തന്നെ നമ്മൾ എന്ത് ചെയ്യും, നന്നാക്കിയിട്ട് വീണ്ടും അതിൽ ഉപയോഗിക്കുന്നതാണ് ഈ റിപ്പയറിങ്ങും സർവീസിങ്ങും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. പിന്നെ ഏതൊക്കെ രീതിയിലുള്ള ആളുകൾക്ക് ഈ ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടി പറ്റും? അതായത് ഈ ഒരു മൊബൈൽ ഫോൺ ടെക്നോളജി കോഴ്സ് ആർക്കൊക്കെ പഠിക്കാൻ പറ്റും? ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിപ്പിക്കണമെങ്കിൽ ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ഇതിനോടൊരു താല്പര്യം വരണം. ആ താല്പര്യമുള്ള ആൾക്കാരാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാവരെയും പെട്ടെന്ന് പഠിപ്പിക്കാൻ പറ്റും. അപ്പോൾ അത് ചെറിയ കുട്ടികളാണെങ്കിലും, ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് +2 അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞ ആൾക്കാരോ ഡിഗ്രി ഡ്രോപ്പ് ഔട്ട് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഇതിനോടൊരു താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് പഠിപ്പിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ പഴയ ഇലക്ട്രോണിക് മെക്കാനിക്കുകൾ ഉണ്ടായിരിക്കും, TV റേഡിയോ റിപ്പയർ ചെയ്യുന്ന ആൾക്കാർ, അവർക്ക് ഓൾറെഡി ഇലക്ട്രോണിക്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള ആൾക്കാർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഇത് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. പിന്നെ ഫിസിക്കലി നമ്മൾ ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടാത്ത ആവശ്യമില്ലാത്തത് കൊണ്ട് പെൺകുട്ടികൾക്കും ധൈര്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫീൽഡിലേക്ക് ചെയ്യാൻ. പെൺകുട്ടികളെ പറയല്ല, പക്ഷേ അവർക്കും വളരെ ധൈര്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫീൽഡിലേക്ക് പെട്ടെന്ന് വരാനായിട്ട് ഏതൊരു ആൾക്കും ഇത് വളരെ ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സാർ ഒരു ടെക്നീഷ്യൻ അല്ലേ? സാർ, നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പോൾ UK, കാനഡ, യൂറോപ്പിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സ് പഠിച്ചൊരു സ്റ്റുഡൻറ്റ് ഇത്തരം കൺട്രീസിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അതൊരു ബെനിഫിറ്റ് ആവുമോ ആ ഒരു സ്റ്റുഡൻറ്റിന്? അല്ല, നമ്മളിവിടെ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ മൊബൈൽ നന്നാക്കാനാണ്. അപ്പോൾ മൊബൈൽ നന്നാക്കാൻ ഇവിടെ പഠിപ്പിക്കുന്ന സംഭവം, നിങ്ങൾ വേൾഡ് വൈഡ് ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും അവിടെ മൊബൈൽ ഫോണുകളെല്ലാം ഇതേ രീതിയിലാണ് മാനുഫാക്ചർ ചെയ്യുന്നതും അതിൻ്റെ ബേസിക് വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇതേ രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ രാജ്യങ്ങളിൽ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നുണ്ടോ അവിടെയൊക്കെ നിങ്ങൾക്ക് ഈ ജോലിക്ക് എന്തുണ്ട്, സ്കോപ്പ് ഉണ്ട്. ഇത്തരം കൺട്രീസിലോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് അവിടെ ഈ ഒരു കോഴ്സിനെ വെച്ചിട്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവും? വളരെ ബെനിഫിറ്റ് ഉണ്ട്. ഇപ്പം അങ്ങനെ UK, യൂറോപ്പിലേക്ക് പോകുന്ന ആൾക്കാർ തീരെ കൈവെക്കാത്തൊരു മേഖലയാണ് മൊബൈൽ ഫോൺ സർവീസ്. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, UK, യൂറോപ്പിലേക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ അതൊരു നമുക്ക് 1 വീക്ക് കൊണ്ടോ 1 മന്ത് കൊണ്ടോ ഡിസൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതിന് മുന്നേ ഒരുപാട് ഫോർമലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരുപാട് ആൾക്കാർ ഇവിടെ പോകുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റുഡൻറ്റ് വിസയിലോ അല്ലെങ്കിൽ ഡിപ്പെൻഡ് വിസയിലാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്കൊരു 6 മന്ത് 1 ഇയർ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഫുള്ള് സെറ്റ് ചെയ്യാനായിട്ടും അതിൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ കഴിയാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്തിനുള്ള ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 6 മന്ത് കൊണ്ട് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് സാധാരണ ചെയ്യുന്ന ഫുഡ് ഡെലിവറിയോ അല്ലെങ്കിൽ നോർമൽ സെയിൽസ് വർക്കോ അല്ലെങ്കിൽ കെയർ ഗീവർ പോസ്റ്റിന് പകരം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് ഇത്. അപ്പോൾ നിങ്ങളുടെ പേപ്പർ വർക്കും കാര്യങ്ങളും, നിങ്ങളുടെ പുതിയ ഒരു കോഴ്സ് ആണെങ്കിൽ അതിൻ്റെ ജോയിനിങ്, അതിൻ്റെ യൂണിവേഴ്സിറ്റി സെലക്ഷൻ കാര്യങ്ങൾ, അതിൻ്റെ പേപ്പർ വർക്കുകൾ, നിങ്ങളുടെ വിസ സ്റ്റാമ്പിങ്, ഇതൊക്കെ കഴിയുന്ന ഒരു ടൈമിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ മേഖലയിലെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനും അതിൻ്റെ ബേസിക് ട്രെയിനിങ് എടുക്കാനും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ധൈര്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഈ ഒരു മേഖലയിലും കൂടി നിങ്ങൾക്ക് അവിടെ ജോലി കണ്ടുപിടിക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം വെച്ചാൽ ഈ അഡ്വാൻസ്ഡ് സർവീസ് നമ്മൾ മെഡിക്കൽ ഫീൽഡായിട്ട് കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ നാട്ടിലുള്ള ഒരു സാധാരണ ഡോക്ടർ, ഒരു ക്ലിനിക്കിലുള്ള ഡോക്ടറാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും അസുഖമായിട്ട് ചെല്ലുന്ന സമയത്ത് അയാൾ സ്റ്റെതസ്കോപ്പ് വെച്ചെങ്ങാണ്ട് നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് നോക്കുന്നു, അതേമാതിരി പൾസ് നോക്കുന്നു, പനിയോ കാര്യങ്ങളുണ്ടോ നോക്കിയിട്ട് മരുന്ന് എഴുതുന്നു. പക്ഷേ നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ആ ഒരു മെത്തഡല്ല അവർ ഫോളോ ചെയ്യുന്നത്. അവർ പ്രോപ്പർ കംപ്ലയിൻറ്റ്, അതായത് അയാളുടെ അസുഖം എന്താണെന്നുള്ളത് എന്ത് ചെയ്യുക, അവർ അവിടെ ഫൈൻഡ് ചെയ്യും, ഡയഗ്നോസ് ചെയ്യും. ആ ഡയഗ്നോസ് ചെയ്യാനായിട്ട് അവർ എക്സ്റേ, ECG, അതേമാതിരി EEG, പിന്നെ സ്കാനിങ്, ഇങ്ങനെ ഒരുപാട് മെത്തേഡുകളും മെഷീനറികളും യൂസ് ചെയ്യുന്നുണ്ട്. ഫെസിലിറ്റീസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അഡ്വാൻസ്ഡ് സർവീസിലേക്ക് വരുമ്പോൾ ഇതേമാതിരി തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് മെഷീൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേമാതിരിയുള്ള ഒരു മെഷീനാണ് നമ്മളിവിടെ വെച്ചിട്ടുള്ള ഈ DSO എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് ഉപയോഗിക്കുന്നത് സാധാരണ മൾട്ടിമീറ്റർ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് വോൾട്ടേജ് മാത്രമാണ്. പക്ഷേ ഇത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഹാർട്ട് ബീറ്റ് മാറി തന്നെ മൊബൈൽ ഫോണിൽ ഒരുപാട് സിഗ്നലുകൾ വരുന്നുണ്ട്. ആ സിഗ്നലുകൾ പ്രോപ്പറായിട്ടാണോ വരുന്നത്, അതവിടെ ജനറേറ്റ് ആവുന്നുണ്ടോ, അത് ജനറേറ്റ് ആവുന്നില്ലെങ്കിൽ അത് ഏത് ഭാഗത്തു നിന്നാണ് വരുന്നത്, ഇങ്ങനെ നമ്മൾ തിയററ്റിക്കലി പ്രാക്ടിക്കലി മെഷീനറികൾ യൂസ് ചെയ്തിട്ട് നമ്മൾ അഡ്വാൻസ്ഡ് ലെവലിലേക്ക് എന്ത് ചെയ്യും, കറക്റ്റ് എവിടെയാണ് കംപ്ലയിൻറ്റ് എന്നുള്ളത് ഫൈൻഡ് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിപ്പയറിങ്ങിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യം കേട്ടപ്പോൾ ഞാനൊരു സംശയം ചോദിക്കട്ടെ. അതായത് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലിപ്പോൾ ഓതറൈസ്ഡ് സർവീസ് സെൻറ്റേഴ്സ് ഉണ്ടല്ലോ, അങ്ങനെ നോക്കുന്ന സമയത്ത് ഇത്തരം സർവീസ് സെൻറ്റേഴ്സുകളും ഇതും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താ? അത് വളരെ വലിയ രീതിയിലുള്ള ഡിഫറൻസ് വരുന്നുണ്ട്. ഓതറൈസ്ഡ് സർവീസ് സെൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, അവർ കമ്പനികൾക്ക് 1 വർഷം അല്ലെങ്കിൽ ലിമിറ്റഡ് ടൈമിൽ മാത്രമേ അവർ എന്ത് ചെയ്യുന്നുള്ളൂ, വാറണ്ടി കൊടുക്കുന്നുള്ളൂ. ആ വാറണ്ടി പീരീഡിൽ തന്നെ അവർ ഒരുപാട് കണ്ടീഷൻസ് വെക്കും. അതിൽ ഫിസിക്കൽ ഡാമേജിന് വാറണ്ടി കിട്ടില്ല. ഇൻ കേസ് എന്തെങ്കിലും വാറണ്ടി തന്നെ നമ്മൾ ക്ലെയിം ചെയ്യുകയാണെങ്കിലും ആ സാധനം അവിടെ എന്ത് ചെയ്യുന്നില്ല,
അതിനെ നന്നാക്കുന്നില്ല. അവർ വേറെ എന്ത് ചെയ്യും, ഇപ്പോൾ ഡിസ്പ്ലേ പോയതാണെങ്കിൽ അവർ വേറെ ഡിസ്പ്ലേ മാറി തരും. നമ്മുടെ മദർ ബോർഡിൽ എന്തെങ്കിലും ഒരു ചെറിയ IC ഡാമേജ് ആണെങ്കിൽ വരെ ആ മദർ ബോർഡ് അവർക്ക് റിപ്പയർ ചെയ്യാനുള്ള ഓപ്ഷനില്ല. അവർ അതിന് പകരം എന്ത് ചെയ്യും, കമ്പനിയിൽ നിന്ന് പുതിയൊരു മദർ ബോർഡ് നമുക്ക് അയച്ചു തരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് കസ്റ്റമറുടെ ഡാറ്റാസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് ലോസ് നഷ്ടപ്പെട്ടു പോലെ. പക്ഷേ നമ്മൾ തേർഡ് പാർട്ടി സർവീസ് സെൻ്ററുകളിലേക്ക് വരുന്ന സമയങ്ങളിൽ അവിടെ റീപ്ലേസിംഗ് എന്നുള്ളത് ലാസ്റ്റ് ഓപ്ഷനാണ്. അതിൻ്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്യും, കേടായിട്ടുള്ള പാർട്ട് ഏതാണോ ആ പാർട്ട് തന്നെ മാക്സിമം റീയൂസ് ചെയ്യാനുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് തേർഡ് പാർട്ടി സർവീസ് സെൻ്ററിൽ ചെയ്യുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിൽ ഉപയോഗിക്കുന്നതല്ലാത്ത ഒരുപാട് മെഷീനറികളും അതിനെക്കുറിച്ച് ഡീപ്പായിട്ടുള്ള നോളജും വേണം. മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പനിയിൽ പുതിയ പാർട്ട് ഓർഡർ ചെയ്യുന്നു, ആ പാർട്ട് വരുന്നു, അതെന്ത് ചെയ്യുന്നു, റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പരിപാടി കഴിഞ്ഞു. പക്ഷേ പല കേസുകളിലും നമുക്ക് ചെറിയ ചെറിയ ഫോൾട്ടുകൾക്ക് വരെ കസ്റ്റമറുടെ ഡാറ്റാസ് മുഴുവൻ പോകുന്ന ഇഷ്യൂസ് വരെ വരാറുണ്ട്, കംപ്ലൈൻസ് ആയിട്ട് വരാറുണ്ട്. കാരണം നമുക്ക് ചിലപ്പോൾ ഒരു ചെറിയൊരു പവർ സെക്ഷനിൽ ചെറിയൊരു പ്രശ്നം കൊണ്ട് കൊടുത്ത ബോർഡായിരിക്കും. അത് ആ പവർ സെക്ഷനിലെ പ്രശ്നം മാറ്റിക്കഴിഞ്ഞാൽ റെഡി ആവേണ്ട സാധനം കമ്പനി എന്ത് ചെയ്യും, പുതിയ മദർ ബോർഡ് തന്നെ അവർക്ക് റീപ്ലേസ് ചെയ്ത് കൊടുക്കും. പുതിയ മദർ ബോർഡ് വരുന്നത് കസ്റ്റമറെ സംബന്ധിച്ച് നല്ല കാര്യമാണ്. പക്ഷേ അവരുടെ ഡാറ്റാസ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നഷ്ടപ്പെടുന്നുണ്ട്. മദർ ബോർഡ് റീപ്ലേസ് ചെയ്യുമ്പോൾ നമ്മുടെ ഡാറ്റകൾ സേവ് ആവുന്നത് അവിടെയാണ്. അപ്പോൾ ആ മദർ ബോർഡിൻ്റെ കൂടെ എന്ത് ചെയ്യും, ഡാറ്റാസും കൂടി അവിടെ നഷ്ടപ്പെട്ടു പോകും. സത്യം പറഞ്ഞാൽ വലിയൊരു പോയിന്റ് തന്നെ. കാരണം നമ്മുടെ നാട്ടിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും അവിടെ ഒരു മൊബൈൽ ഫോണെങ്കിലും ഉണ്ടാവും. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ആ ഒരു മൊബൈലിന് ഒരു കംപ്ലൈന്റ് എങ്കിലും വരും. സ്വാഭാവികമായിട്ട് അവിടെ ഒരു ടെക്നീഷ്യന്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇനി എൻ്റെ കൂടെ ഇത്രയും നേരം സഹകരിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് ഒരുപാട് സംശയങ്ങളൊക്കെ ആയിരുന്നു അത്. കാരണം അഡ്വാൻസ്ഡ് ലെവലിൽ നിന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ തന്നെ ഒരു കൺഫ്യൂഷനായി. ഇതിൽ അതിന് മാത്രമൊക്കെ പഠിക്കാനുണ്ടോ എന്നൊരു ചോദ്യം എനിക്ക് തന്നെ വന്നിരുന്നു. സാധാരണ എല്ലാവർക്കും വരുന്നൊരു ചോദ്യമാണ്. അപ്പോൾ അതാണ് ഞാൻ ഇത്രയും കടുകട്ടിയുള്ള ചോദ്യങ്ങളൊക്കെ ഞാൻ സാറോട് ചോദിച്ചു. ഇനിവേ ഞങ്ങളോടൊപ്പം സഹകരിച്ച് ഒരുപാട് ചോദ്യങ്ങൾക്കും ഞങ്ങളുടെ സംശയങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ കൃത്യമായി ഉത്തരം തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്.